ഏറ്റവും ബഹുമാന്യരായ ഡോക്ടർ അജയ് ശേഖർ, ശ്രീ ടി പി മുഹമ്മദ് ഷമീം, ശ്രീ ഹമീദ് ടി പി, ശ്രീ അഡ്വക്കേറ്റ് റഹ്മാൻ ഇരിക്കൂർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന യുവ സുഹൃത്തുക്കളെ, ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ വിഷയമാണ്. എന്നെ ക്ഷണിച്ചപ്പോൾ ഇത്രയും വ്യക്തമായിട്ട് അത് പറഞ്ഞിരുന്നില്ല. എങ്കിലും ഇപ്പോഴേ ഞാൻ കാണുമ്പോൾ വ്യത്യസ്ത ദൈവശാസ്ത്ര പാരമ്പര്യങ്ങളിൽ നീതിയുടെ ദർശനം, ഈ ദൈവശാസ്ത്രം എന്നുള്ള വാക്കാണ് എന്നെ ഭയപ്പെടുത്തുന്നത്. കാരണം ദൈവത്തെക്കുറിച്ചുള്ള ശാസ്ത്രമാണ്. ഇവിടെ ഇരിക്കുന്ന സ്നേഹിതരിൽ പലരും ശാസ്ത്രം പഠിക്കുന്നവരാണ്, സയൻറ്റിഫിക് മെത്തഡോളജി എന്താണെന്ന് അറിയാവുന്നവരാണ്, ദൈവം എന്താണെന്നും ഒരുപക്ഷെ അറിയാമായിരിക്കും. ഈ ദൈവത്തെക്കുറിച്ചുള്ള പഠനം എങ്ങനെ സാധിക്കും, ശാസ്ത്രത്തിൻ്റെ വീക്ഷണത്തിൽ എങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പഠനം ശാസ്ത്രമായി തീരും എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവകഥ പറഞ്ഞുകൊണ്ട് തുടങ്ങിക്കൊള്ളാം. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, 2 വർഷം മുൻപ് ദിവംഗതനായ ക്രിസോസ്റ്റം വലിയ മെത്രാപ്പോലീത്തയെക്കുറിച്ച്. അദ്ദേഹത്തിൻ്റെ തമാശകളാണ് പലരുടെയും മനസ്സിലിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ പത്രങ്ങളിലൂടെ അദ്ദേഹത്തെ പരിചയപ്പെട്ട് കാണും. അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ വളരെ നർമ്മ മധുരമാണ്, അതേസമയം തന്നെ വളരെ ചിന്തോദ്ദീപകവുമാണ്. അദ്ദേഹം 100 വയസ്സ് കഴിഞ്ഞ് 102 വയസ്സ് ആയപ്പോഴാണ് മരിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തെ കണ്ടപ്പോഴേ എന്നോട് വലിയ സ്നേഹമായിരുന്നു. എന്നോട് ചോദിച്ചു, അച്ഛൻ എന്താ അവിടെ പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ വളരെ ഉത്സാഹത്തോടുകൂടി പറഞ്ഞു, ഞാൻ തിയോളജിയാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തിയോളജിയാണ് എന്ന് കേട്ടപ്പോൾ അദ്ദേഹം ഗ്രീക്ക് ഭാഷയൊക്കെ പഠിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ തിയോസ് എന്ന് പറഞ്ഞാൽ ദൈവം അല്ലേ, അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പഠനം ശാസ്ത്രം, ദൈവശാസ്ത്രം, അതാണ് അത്. സാധാരണഗതിയിൽ നമ്മൾ കൊടുക്കുന്ന തർജ്ജമ, ആ ഗ്രീക്ക് വാക്കിൻ്റെ ശരിയായ തർജ്ജമയാണ് ദൈവശാസ്ത്രം. അദ്ദേഹം ഒന്ന് ഇരുത്തി മൂളിയിട്ട് അങ്ങ് പോയി. കുറേ നാൾ കഴിഞ്ഞ് ഒരു സമ്മേളനത്തിൽ, കോട്ടയത്ത് തന്നെയാണ്, വലിയൊരു സമ്മേളനമാണ്, അദ്ദേഹം പ്രസംഗിക്കാൻ വന്നു. ഞാനത് കേൾക്കാനായിട്ട് മുൻപിൽ ഒരിടത്ത് ഇരിപ്പുണ്ട്. അപ്പം അദ്ദേഹം സാധാരണഗതിയിൽ സ്നേഹമുള്ളവരെയൊക്കെ ഒന്ന് തോണ്ടും പ്രസംഗിക്കുമ്പോഴേ. അപ്പം അദ്ദേഹം അവിടെ കൂടി വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരാണ്. അവരോട് പറഞ്ഞു, ആയിരിക്കുന്ന അച്ഛനെ നിങ്ങൾക്കറിയാമോ, കണ്ടാലൊരു പാവമാണെന്ന് തോന്നുന്നു, പക്ഷെ അദ്ദേഹം പഠിപ്പിക്കുന്നത് ദൈവശാസ്ത്രമാണ്. അതായത് ദൈവത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കുന്നത് ആ അച്ഛനോടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ഉരുകിപ്പോയി. നിങ്ങൾക്കറിയാം, ശരിക്കും ഞാൻ ഉരുകിപ്പോയി. അതിനുശേഷം ഞാനൊരു ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, അതിനുശേഷം ഞാൻ ഈ ദൈവശാസ്ത്രം എന്നുള്ള വാക്ക് അങ്ങനെ ഉപയോഗിക്കാറില്ല. വേദശാസ്ത്രം എന്ന് ഉപയോഗിക്കും. കാരണം വേദങ്ങൾ നമുക്ക് എഴുതപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഖുർആനാണെങ്കിലും ബൈബിളാണെങ്കിലും ഇന്ത്യയിലെ വേദങ്ങളാണെങ്കിലും ഉപനിഷത്തുകളാണെങ്കിലും നമുക്ക് അത് വായിക്കാം, അത് പഠിക്കാം, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം, അതിൻ്റെ വാക്കുകളുടെ എറ്റിമോളജി, നിരുക്തിയൊക്കെ കണ്ടുപിടിക്കാം. ഇതൊക്കെ സാധിക്കും. പക്ഷേ ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്താ ശാസ്ത്രീയമായിട്ട് പറയുക? ദൈവത്തെക്കുറിച്ച് നമുക്ക് മൗനം അവലംബിക്കാനേ സാധിക്കുകയുള്ളൂ. കാരണം ഒരു തരത്തിലും നമ്മൾക്കത് ഏത് മതത്തിലെ ദൈവസങ്കല്പം എടുത്താലും ആത്യന്തികമായിട്ട് മനുഷ്യൻ്റെ ചിന്തയിലോ സങ്കല്പത്തിലോ ഭാഷയിലോ ഒരിക്കലും ഒതുങ്ങുന്ന ഒന്നല്ല ദൈവം എന്നുള്ളത് പൊതുവെ സമ്മതമായൊരു സംഗതിയാണ്. പക്ഷേ ആ ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ തർക്കിക്കുകയും വഴക്കടിക്കുകയും യുദ്ധം ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതും ആ ദൈവത്തെക്കുറിച്ചാണ്. അതാണ് ഞാൻ ഭയം ഉണ്ടെന്ന് പറഞ്ഞത്. ഇതിൻ്റെ ഈ വൈരുദ്ധ്യം, അതിൻ്റെ ആന്തരിക വൈരുദ്ധ്യം, ഒരു തരത്തിലും നമുക്ക് മിണ്ടാനാവാത്ത ഒരു യാഥാർത്ഥ്യം, അതിനെക്കുറിച്ച് നമ്മൾ അധികം സംസാരിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് ദൈവശാസ്ത്രം ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വല്ലപ്പോഴുമൊക്കെ, എങ്കിലും അത് വാക്ക് വരുമ്പോൾ വളരെ സംയമനത്തോടു കൂടിയാണ് അതിനെ സമീപിക്കുന്നതെന്നുള്ളത് വളരെ വിനയത്തോടു കൂടി ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ നീതിയെക്കുറിച്ച് നമുക്ക് ധാരണകളുണ്ട്. കാരണം നീതി എന്ന് പറയുന്നത് നമ്മുടെ അനുദിന സാമൂഹ്യ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന, പ്രത്യേകിച്ചും അനീതി നേരിടുമ്പോഴാണ്
നമ്മൾ നീതിയെക്കുറിച്ച് ചിന്തിക്കുന്നത്. അനീതിയൊന്നുമില്ലെങ്കിൽ നീതിയെക്കുറിച്ച് ആരും ഒന്നും സംസാരിക്കാറില്ല. നമുക്ക് അനീതി അനുഭവപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ എന്താണ് നീതി, എന്താണ് ഈ അനീതിയുടെ കാരണങ്ങൾ എന്ന് നമ്മൾ അന്വേഷിക്കും. എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് പൊതുവായിട്ട് പറയാനല്ല, ഞാനൊരു ക്രിസ്ത്യാനിയാണ്. അതുകൊണ്ട് ക്രിസ്തീയ ദർശനത്തിൽ എന്താണ് നീതിയെക്കുറിച്ചുള്ള സങ്കല്പം എന്ന് പറയാനാണ് എന്നോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അതിനോട് ചുരുങ്ങുകയാണ്. മാത്രമല്ല, ബഹുമാനായ അജയ് ശേഖർ സാറും അതുപോലെ നമ്മുടെ TP മുഹമ്മദ് ഷമീമും ഒക്കെ ഉണ്ട്. അവരുടെ വാക്കുകൾ കേൾക്കാൻ കൂടിയാണ് ഞാൻ വന്നത്. നിങ്ങൾക്കറിയാം, മഹാത്മാഗാന്ധിയെ ആദ്യകാലത്ത് സൗത്ത് ആഫ്രിക്കയിലായിരുന്നപ്പോൾ സ്വാധീനിച്ച 2 പുസ്തകങ്ങളുണ്ട്. അതിലൊന്ന് ടോൾസ്റ്റോയിയുടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ചെറിയൊരു പുസ്തകമാണ്. രണ്ടാമത്തേത് ജോൺ റസ്കിൻ എന്ന് പറയുന്ന ആൾ 1860 ഓർക്കണം, വർഷങ്ങൾ പുറകിലാണ്, 1860 ഇംഗ്ലണ്ടിൽ പ്രസിദ്ധീകരിച്ച ഒരു ചെറിയ പുസ്തകമാണ്. അത് നിങ്ങൾക്ക് ഗൂഗിളിൽ നോക്കിയാൽ അത് കാണാം, വളരെ കുറച്ച് ഉള്ളത്. ആ പുസ്തകത്തിൻ്റെ പേര് അൻഡ് ദിസ് ലാസ്റ്റ് എന്നാണ്. മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. അതിന് മുൻപായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹിതൻ ഹെൻറി പൊളാക്ക് എന്ന് പറയുന്ന ആളുകൊണ്ട് ഈ പുസ്തകം ഗാന്ധിജിക്ക് വായിക്കാൻ കൊടുത്തു. അദ്ദേഹം വായന തുടങ്ങി. ഈ ട്രെയിനിൽ അദ്ദേഹം ഉറങ്ങാതെ രാത്രി മുഴുവൻ ഇരുന്ന് ആ പുസ്തകം വായിച്ചു. അദ്ദേഹം രാത്രി തന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും നോട്ടുകൾ എടുക്കുകയും ചെയ്തു. കുറേ കഴിഞ്ഞ് അദ്ദേഹം മഹാത്മാവൊന്നും ആയിട്ടില്ല അന്ന്. അവിടെ ഒരു ബാരിസ്റ്ററാണ്, സൗത്ത് ആഫ്രിക്കയിൽ ഇന്ത്യക്കാർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഗുജറാത്തി ഭാഷയിൽ അതിൻ്റെ ഒരു തർജ്ജമ എന്ന് പറയാൻ പ്രയാസമാണ്, അതിൻ്റെ ഒരു പാരഫ്രൈസ് ഉണ്ടാക്കി അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അപ്പോൾ അന്ന് അന്ത്യോദയം എന്നാണ് ആ വാക്കിന് അദ്ദേഹം കൊടുത്ത തർജ്ജമ, ആൻഡ് ദിസ് ലാസ്റ്റ്. അത് കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സർവോദയമായിട്ട് മാറി. അപ്പോൾ ഈ വാക്കുകൾ വന്നത് ഈ ജോൺ റസ്കിൻ്റെ ആൻഡ് ദിസ് ലാസ്റ്റ് എന്നാണ്. എന്നാൽ എവിടെ നിന്നാണ് ഈ ആൻഡ് ദിസ് ലാസ്റ്റ് എന്നുള്ള ആശയം റസ്കിന് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ അത് ബൈബിളിലെ ഒരു കഥയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ ഈ പാരബിൾസ് ഉണ്ട്, ഉപമകളുണ്ട്. അദ്ദേഹം കഥകളായിട്ടാണ് കൂടുതലും ജനങ്ങളോട് സംസാരിച്ചു കൊണ്ടിരുന്നത്. അതിലൊരു കഥയാണ്. ആ കഥയിൽ നിങ്ങൾക്ക് പലർക്കും അത് ഒരു പക്ഷേ പരിചയം കാണും. ഒരു തോട്ടമുടമസ്ഥൻ, മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ രാവിലെ എഴുന്നേറ്റ് ജോലിക്കാരെ അന്വേഷിക്കുകയാണ്. അപ്പം സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയാൽ അവിടെയും ഇവിടെയൊക്കെ ജോലിക്കാരിങ്ങനെ രാവിലെ വന്ന് നിൽക്കും, ആരെങ്കിലും വിളിക്കുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇപ്പോഴും ഉണ്ട്. അതായത് 2000 വർഷം മുമ്പാണ് അത് പറഞ്ഞതെങ്കിലും ഞാൻ ഈ അടുത്ത കാലത്ത്, ഈ കോവിഡിന് മുൻപ് ISRB സിറിയയിൽ കയറിയ ആ സമയത്ത് ഞാൻ ലെബനനിലെ കുറേ ആഴ്ചകൾ താമസിക്കേണ്ടി വന്നു. അപ്പോൾ ലെബനനിലെ താഴെ നിന്ന് മുകളിലേക്ക് പെട്ടെന്ന് മലമുകളിലേക്ക് പെട്ടെന്ന് പോകാം. അപ്പം ഈ കാദിഷ വാലി എന്ന് പറയുന്ന ഒരു താഴ്വരയും കുന്നുകളും ഒക്കെയുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു ഗ്രാമത്തിൽ ഞങ്ങൾ ഒരു രാത്രിയല്ല, പല രാത്രികൾ അവിടെ താമസിച്ചു. അപ്പം ഞാൻ നല്ല തണുപ്പുണ്ട്. പകലൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ റോഡരികിൽ ആളുകൾ നിൽക്കുന്നുണ്ട്. അവരിങ്ങനെ കൈകെട്ടി നിൽക്കുകയാണ്. ചിലരുടെ കയ്യിൽ ചില ആയുധങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം സിറിയയിൽ നിന്ന് മല കടന്ന്, തൊട്ടപ്പുറം സിറിയയാണ്, ഈ മലയ്ക്കപ്പുറം സിറിയയാണ്, സിറിയയിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളാണ്. അവരുടെ മതമോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവർ വന്നിട്ട് വഴിയിൽ നിൽക്കുകയാണ്, കാരണം അവർക്ക് ജോലി വേണം. ലെബനീസ് കൃഷിക്കാരുടെ തോട്ടങ്ങളിൽ അവർക്ക് ജോലി ചെയ്യണം. അതിനുവേണ്ടി ആരെങ്കിലും വിളിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിൽക്കുകയാണ്. ഉരുളക്കിഴങ്ങ് പറിച്ചെടുക്കുന്നതിനും അതുപോലെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നതിനുമൊക്കെയാണ് അന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ കഥയിൽ, യേശുക്രിസ്തുവിൻ്റെ ഈ കഥയിൽ ഒരാൾ ഇറങ്ങി ഒരാളെ ആദ്യം കണ്ടു. അപ്പോൾ അവനോട് പറഞ്ഞു, നിനക്ക് എൻ്റെ തോട്ടത്തിൽ വന്ന് ജോലി ചെയ്യാം, അതിനകത്ത് കൂലി അന്നത്തെ നിരക്കനുസരിച്ച് ഒരു വെള്ളിക്കാശാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നതിന് ന്യായമായ കൂലിയാണ്, എല്ലാവരും സ്വീകരിക്കുന്ന നിരക്കാണ്. അപ്പോൾ അയാളെ സംബന്ധിച്ച് അവൻ ജോലിക്ക് പോയി, അവൻ ജോലി തുടങ്ങി. അത് കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ആളുകൾ വരുന്നുണ്ട്. ഈ വരുന്ന ആളുകളെയൊക്കെ ഈ തോട്ടക്കാരൻ കൂട്ടിക്കൊണ്ടുവരും. അവരും വന്നിട്ട് ജോലി ചെയ്യും.
ഏറ്റവും അവസാനം 5 മണിയായപ്പോൾ, വൈകിട്ട് 6 മണിക്കാണ് ജോലി നിർത്തേണ്ടത്, 5 മണിയായപ്പം ഒരുത്തൻ വന്നു, അവനെയും കയറ്റി അങ്ങോട്ട് വിട്ടു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരെല്ലാം കൂടി വീട്ടുകാരൻ്റെ അടുത്ത് കൂലിക്ക് വേണ്ടി വരികയാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോ വെള്ളി നാണയം കൊടുക്കാനായിട്ട് കാര്യസ്ഥനോട് പറഞ്ഞു. അപ്പോൾ അയാളിങ്ങനെ ആദ്യം വന്നയാളിനും ഏറ്റവും അവസാനം 1 മണിക്കൂർ ജോലി ചെയ്തയാളിനും ഓരോ വെള്ളി നാണയം കൊടുത്തു. അപ്പോഴത്തേക്ക് ആദ്യം കിട്ടിയ ആൾ സ്വാഭാവികമായിട്ടും പരാതിപ്പെട്ടു. അയാൾ ഉടനെ പറഞ്ഞു, എന്ത് നീതിയാണിത്, ഇത് അനീതിയാണ് നിങ്ങൾ ചെയ്യുന്നത്. കാരണം ഞാൻ രാവിലെ മുതൽ ഈ വെയിലെല്ലാം കൊണ്ട് നിങ്ങളുടെ തോട്ടത്തിൽ ഒരു ദിവസം ജോലി ചെയ്തിട്ട് നിങ്ങൾ 1 വെള്ളിക്കാശ് തരുന്നു. 1 മണിക്കൂർ വന്നിട്ട് അവിടെയും ഇവിടെയും തോണ്ടിയിട്ട് പോയ ഒരുത്തന് അവനും കൊടുക്കുന്നു 1 വെള്ളിക്കാശ്. ഇത് അനീതിയാണെന്ന് അവരോട് പറഞ്ഞു. അപ്പം വളരെ ശാന്തനായിട്ട് ഈ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അയാളോട് പറയുന്നത് ഇങ്ങനെ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്നേഹിത, നീ എന്തിനാണ് പരാതി പറയുന്നത്? ഞാൻ നിന്നോട് ഒരനീതിയും കാണിച്ചില്ലല്ലോ. രാവിലെ നമ്മൾ തമ്മിൽ പറഞ്ഞ ഒത്ത തുക ഞാൻ നിനക്ക് തന്നു. ഇനി വേറൊരുത്തന് അത് തന്നെ കൊടുക്കുന്നതിനെക്കുറിച്ച് നീ എന്തിനാ ഭാരപ്പെടുന്നത്? അതെൻ്റെ ഇഷ്ടമല്ലേ. അതുകൊണ്ട് അനീതി അതിൻ്റെ അകത്ത് ഉണ്ടായിട്ടില്ല എന്ന് വീട്ടുടമസ്ഥൻ ഈ ജോലിക്കാരനോട് പറയുന്നു. ഇതാ അതിൻ്റെ കഥ. അതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് യേശു അവിടെ വ്യാഖ്യാനിക്കുന്നില്ല. പക്ഷെ ഇങ്ങനൊരു കഥ ഉണ്ട്. ഇതിൽ നിന്നാണ് ജോൺ റസ്കിന് ഈ "ആൻഡ് ടു ദിസ് ലാസ്റ്റ്" എന്നുള്ള പ്രയോഗം കിട്ടത്. ഐ ഹാവ് ഗിവൺ ദ മണി, ദ വേജസ് ടു ദിസ് ലാസ്റ്റ് മാൻ എന്ന് പറയുന്നുണ്ട്. ദി എൻഡ് ടു ദ ലാസ്റ്റ് എന്നുള്ളത് ആൻഡ് ടു ദിസ് ലാസ്റ്റ് എന്ന്, അങ്ങനെ അത് അന്ത്യോദയം സർവോദയമായിട്ട് മാറി. കാരണം പിന്നെ അത് ഒരാളിൻ്റെ മാത്രം ക്ഷേമമല്ല, എല്ലാവരുടെയും ക്ഷേമം എന്നുള്ള സങ്കല്പത്തിലാണ് സർവോദയ സങ്കല്പം പിന്നീട് വരുന്നത്. ഞാനിപ്പോൾ ഇതിനെക്കുറിച്ച് എൻ്റെ ഗുരുക്കന്മാരോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഒത്തിരി വ്യാഖ്യാനങ്ങളുണ്ട് യേശുവിൻ്റെ ഈ കഥയെക്കുറിച്ച്. എന്തിനാത് പറഞ്ഞ കഥ എന്തിനാണ്? അപ്പം ഞാനിങ്ങനെ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഇങ്ങനെ ആലോചിക്കുമ്പം എനിക്ക് കിട്ടുന്ന ഒരു ഉത്തരം, ഈ അവിടെ വന്ന് ഓരോ ജോലിക്കാരനോടും ഇയാൾ സംസാരിച്ച് കാണും, ഈ ഉടമസ്ഥൻ സംസാരിച്ച് കാണും. അവൻ്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണ്, അവൻ എത്ര പേരുണ്ട് വീട്ടിൽ, ഇങ്ങനെയൊക്കെ ചോദിച്ചു കാണും. ഏറ്റവും അവസാനം വന്ന ആളിനോട് ചോദിക്കുന്ന ഡയലോഗ് അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. എന്താ നീ ജോലിക്ക് പോകാത്തതെന്ന് അവനോട് ചോദിക്കുന്നുണ്ട്. അന്നേരം അവൻ പറഞ്ഞു, ഇതുവരെ ആരും എന്നെ വിളിച്ചില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് വിളിക്കാതിരുന്നത്? ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് അവനെ കണ്ടാൽ ആരും വിളിക്കുകയില്ല. കാരണം ഒരാരോഗ്യമില്ലാതെ വിളറി നിൽക്കുന്ന ഒരാളാണ്. അവനെ വിളിച്ചാൽ ജോലിയൊന്നും ചെയ്യുകയില്ല, അവിടെ ആരും അവനെ വിളിക്കുകയില്ല. അതൊരു കാര്യം. ഒരു പക്ഷേ ചോദിച്ചപ്പോൾ മനസ്സിലാകാണ്ട് വീട്ടിൽ 5-6 കുട്ടികളുണ്ട്, അവൻ്റെ അപ്പനും അമ്മയും ഒക്കെ ഉണ്ട്, അവന് അത്ര വലിയ ആരോഗ്യമുള്ള ആളുമല്ല. ഇതൊക്കെ വീട്ടുടമസ്ഥൻ അറിഞ്ഞു കാണും. എന്നാൽ ആദ്യം വന്ന ആളിനോടും അന്വേഷിച്ച് കാണും കാര്യങ്ങളൊക്കെ. അവന് വലിയ കുഴപ്പമൊന്നുമില്ല, അവൻ്റെ ന്യായമായിട്ട് 1 വെള്ളിക്കാശ് കൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ നടത്താനും പറ്റും. അതുകൊണ്ട് നീതി എന്നുള്ള, നമ്മുടെ ലോകത്തിൻ്റെ നീതി എന്നുള്ള ആ സങ്കല്പം, അതായതുണ്ടല്ലോ ഈ ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ, ഫെയർ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നതാണല്ലോ സാമ്പത്തിക ശാസ്ത്രത്തിൽ നീതി എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ യേശു കരുണാമൂർത്തിയാണ്. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ഈ കഥ, ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഒരുപക്ഷെ വളരെ കരുണയോടുകൂടി ഓരോരുത്തരുടെയും ആവശ്യം എന്താണ്, ഓരോരുത്തരുടെയും കഴിവെന്താണ് എന്ന് ചിന്തിച്ചു കാണും. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ വരെ വന്നിരിക്കുന്ന ഒരു പ്രയോഗം നിങ്ങൾക്ക് അറിയാം. according to everyone, to everybody according to his ability, to everybody according to his need, from everybody according to his ability, to everybody according to his need. അപ്പം ഓരോരുത്തരുടെയും കഴിവനുസരിച്ച് സമൂഹത്തിന് കൊടുക്കുക, നാം എടുക്കുക അവരിൽ നിന്ന്, ഓരോരുത്തരുടെയും ആവശ്യമനുസരിച്ച് അങ്ങോട്ട് കൊടുക്കുക. ഇതും ഒരു വളരെ പ്രസിദ്ധമായ അതിപുരാതനമായ ഒരു തത്വമാണ്. അപ്പോൾ ഇവിടെയെങ്ങും നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക വിദഗ്ധന്മാർ പറയുന്നതായ ആ ഒരു പൊതുവിതരണം, സമവിതരണം, ഇതൊന്നും നമ്മളവിടെ കാണുന്നില്ല. അപ്പം ഞാനിത് ആദ്യമേ സൂചിപ്പിച്ചത് ക്രിസ്തീയ ദർശനത്തിലെ നീതിയുടെ സങ്കല്പത്തെക്കുറിച്ച് ഇപ്പോഴത്തെ വ്യവസ്ഥാപിത ക്രിസ്തീയ സഭകളൊന്നും ഇതൊന്നും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. അവരെ ലോകത്തിൻ്റെ നീതിയെക്കുറിച്ചും ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ചുമൊക്കെ അറിയാവുന്ന ആളുകളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് ക്രിസ്തീയ സഭയുടെ ഒരു ഔദ്യോഗികമായ ഉത്തരമായിട്ടൊന്നും നിങ്ങൾ എടുക്കണ്ട. പക്ഷേ നമ്മൾ ഈ ഒരു
ഈ വേദവാക്യം നമ്മൾ മനനം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പല ഉത്തരങ്ങളുണ്ട്. അതിലൊന്നാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചത്. അപ്പോൾ ഇവിടെ നീതിയെക്കുറിച്ച് നമ്മുടെ തന്നെ നൊബേൽ സമ്മാനം കിട്ടിയ നമ്മുടെ അമർത്യ സെൻ നിങ്ങൾക്ക് പരിചയമുണ്ട്. നിങ്ങൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുന്നവർ കാണും. അദ്ദേഹത്തിൻ്റെ ദി ഐഡിയ ഓഫ് ജസ്റ്റിസ്, ഞാനിവിടെ കോട്ടയത്ത് ഈ സുകുമാർ അഴീക്കോട് പ്രഭാഷണ പരമ്പരയിൽ ഒരു വിഷയം അദ്ദേഹത്തിൻ്റെ ഈ ചിന്തകളായിരുന്നു. അമർത്യ സെന്നിൻ്റെ ദി ഐഡിയ ഓഫ് ജസ്റ്റിസിൽ നിങ്ങൾക്കറിയാം, അദ്ദേഹം അന്ന് നിലവിലുണ്ട്, ഇപ്പോഴും ഉണ്ട്. പാശ്ചാത്യരുടെ വലിയ സാമ്പത്തിക വിദഗ്ധന്മാരുടെ തത്വങ്ങൾക്കൊക്കെ വളരെ വ്യത്യസ്തമായൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത്. അതായത് ഈ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് മാത്രം സാമ്പത്തിക സമത്വവും നീതിയും കൈവരികയില്ല. വേറെ ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. കേപ്പബിലിറ്റീസ് ആൻഡ് ഫ്രീഡംസ് എന്നൊക്കെ പറഞ്ഞ് പല പല തൂണുകൾ ഈ വ്യവസ്ഥയ്ക്ക് ഉണ്ട് എന്ന് അദ്ദേഹം ഉദാഹരണ പുസ്തകത്തിലല്ല, അതിന് മുൻപെഴുതിയ ദി ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്ന് പറയുന്ന പുസ്തകത്തിലൊരു കഥ അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ അമർത്യ സെൻ ടാഗോറിൻ്റെ കൂടെ ജീവിച്ചയാളാണ്. ടാഗോറിൻ്റെ വിശ്വഭാരതിയിൽ അദ്ദേഹം ആ ക്യാമ്പസിലാണ് ജനിച്ചതും വളർന്നതുമൊക്കെ. ടാഗോറാണ് അമർത്യ എന്നുള്ള പേര് അദ്ദേഹത്തിന് കൊടുത്തതും. അതുകൊണ്ട് ആ കാലത്ത് അദ്ദേഹം സംസ്കൃതം പഠിക്കുമായിരുന്നു. അതുപോലെ ഇന്ത്യൻ വേദങ്ങളും ഉപനിഷത്തുകളുമൊക്കെ ധാരാളം അദ്ദേഹം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഈ ബൃഹദാരണ്യ ഉപനിഷത്തിലെ ഈ യാജ്ഞവൽക്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുമായിട്ടുള്ള ചില സംവാദങ്ങൾ അവിടെയുണ്ട്. യാജ്ഞവൽക്യൻ വലിയ ഗുരുവാണ്, വലിയ ആചാര്യനാണ്. അദ്ദേഹത്തിന് 2 ഭാര്യമാരാണ്. ഒന്ന് മൈത്രേയി, മറ്റത് കാത്യായനി. അപ്പം കാത്യായനി ഗൃഹഭരണം നടത്താൻ വളരെ കഴിവുള്ള ആളാണ്, വളരെ സമർത്ഥയാണ്, എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തും. എന്നാൽ മൈത്രേയിക്ക് ഇദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ അത് പോയിരുന്ന് കേൾക്കാനാണ് മൈത്രേയിയുടെ താല്പര്യം. കാരണം വേദരഹസ്യങ്ങളെക്കുറിച്ച് ഈ വിദ്യാർത്ഥികളുമായിട്ട് അദ്ദേഹം സംവദിക്കുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നത് കേട്ട് ഇരിക്കുന്നയാളാണ് മൈത്രേയി. അപ്പോൾ കുറേ കഴിഞ്ഞ് യാജ്ഞവൽക്യൻ വാനപ്രസ്ഥത്തിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. അദ്ദേഹം ഭാര്യമാരെ വിളിച്ചു പറഞ്ഞു, ഞാൻ വാനപ്രസ്ഥത്തിന് പോവുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ വേണ്ടി എനിക്കുള്ള സ്വത്തെല്ലാം നിങ്ങൾക്ക് 2 പേർക്കുമായിട്ട് വിധിച്ച് നൽകുകയാണെന്ന് പറഞ്ഞു. ഒരു ഭാഗം കാത്യായനിക്ക് കൊടുത്തു. കാത്യായനി ഗൃഹഭരണത്തിന് സാമർത്ഥ്യമുള്ള ആളായതുകൊണ്ട് വളരെ സന്തോഷത്തോടെ അത് സ്വീകരിച്ചു. അപ്പോൾ മൈത്രേയിക്ക് ഇതെല്ലാം കൊടുക്കുന്നു എന്ന് വന്നപ്പോൾ മൈത്രേയി ചോദിച്ചു, അപ്പോൾ ഈ സ്വത്തെല്ലാം എനിക്ക് കിട്ടിയാൽ അതുകൊണ്ട് എനിക്ക് അമർത്യത സിദ്ധിക്കുമോ, എനിക്ക് ഇമ്മോർട്ടാലിറ്റി കിട്ടുമോ എന്നാണ് ഗുരുവിനോട്, ഭർത്താവായ ഗുരുവിനോട് ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമ്പത്ത് നിനക്ക് ലഭിക്കും, ആ സമ്പത്ത് കൊണ്ട് നിനക്ക് എല്ലാവരെയും പോലെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കും, പക്ഷെ നിനക്ക് അമർത്യത കിട്ടും എന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോഴതിന് മറുപടിയായിട്ട് അവർ ചോദിക്കുന്ന ചോദ്യം ഉപനിഷത്തിൽ പറയുന്നത്, അമർത്യത കിട്ടാത്ത ഈ സമ്പത്ത് എനിക്ക് എന്തിനാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിത് വാസ്തവത്തിൽ അമർത്യ സെൻ്റെ പുസ്തകത്തിൽ നിന്നാണ് ഞാൻ ആദ്യം വായിച്ച് മനസ്സിലാക്കുന്നത് തന്നെ. ഇത് അമർത്യ സെന്നിൻ്റെ സാമ്പത്തിക ശാസ്ത്രത്തിന് ആധാരമായ ഒരു സംഗതിയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. കാരണം നമ്മൾ ഈ സമ്പത്തിനെ ഒരിക്കലും അമർത്യതയുമായിട്ട് ബന്ധപ്പെടുത്താറില്ല, അല്ലേ? ആ സമ്പത്ത് നമുക്ക് ആത്യന്തികമായിട്ട് എന്ത് നൽകുന്നു എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചാണ് സാമ്പത്തിക വ്യവസ്ഥ നമ്മൾ രൂപീകരിക്കേണ്ടതെന്നാണ് അദ്ദേഹം പറഞ്ഞു കൊണ്ടുവരുന്നത്. അത് പാശ്ചാത്യ വിദഗ്ധന്മാർ, അത് ആഡം സ്മിത്തോ ഒന്നും അത് അങ്ങനെ പറയുന്നില്ല. ഞാനിത് പറഞ്ഞത് ഇതിനോട് താരതമ്യം ചെയ്യാവുന്ന ഒരു കഥ വീണ്ടും യേശുവിൻ്റെ അനുഭവത്തിൽ ഉപദേശങ്ങളിലുണ്ട്. ഒരു ചെറുപ്പക്കാരൻ വന്ന് ഒരു ദിവസം യേശുവിൻ്റെ അടുത്ത് മുട്ടുകുത്തി, എന്നിട്ട് പറയുകയാണ്, നല്ലവനായ ഗുരു, എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം. നിത്യജീവൻ മുമ്പ് പറഞ്ഞത് തന്നെയാണ്, ഇമ്മോർട്ടാലിറ്റി, അമർത്യത. എനിക്ക് നിത്യജീവൻ പ്രാപിക്കണം, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുകയാണ് ചെറുപ്പക്കാരനായ. അപ്പം ആ കൂടെ പറയുന്നുണ്ട്, വെറും ചെറുപ്പക്കാരൻ മാത്രമല്ല, അയാൾ സമ്പന്നനായ ഒരു ചെറുപ്പക്കാരനാണ്. അപ്പം ആദ്യമേ യേശു അവനോട് പറയുന്നുണ്ട്, നീ എന്തിനാണ് എന്നെ നല്ലവനെന്ന് വിളിക്കുന്നത്? ദൈവമല്ല, ഒരുവനല്ലാതെ ആരും നല്ലവനില്ല എന്ന് ആദ്യം അവനോട് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ
നിങ്ങൾക്ക് അറിയാമല്ലോ മോശയുടെ 10 കൽപ്പനകൾ, മൂശാ നബിയുടെ 10 കൽപ്പനകൾ എല്ലാ യഹൂദന്മാർക്കും അറിയാം. നീ അത് അങ്ങ് ആചരിച്ചാൽ മതി, അപ്പോൾ നിനക്ക് നിത്യജീവൻ കിട്ടും. അപ്പോൾ അവനോടനെ പറഞ്ഞു, ഗുരു, ഞാനിത് ചെറുപ്പം മുതലേ എല്ലാം കൃത്യമായിട്ട് ആചരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു. ഓ, അങ്ങനെയാണോ? അപ്പോൾ യേശു ഉടനെ ഒരു ചികിത്സ നിശ്ചയിച്ചു. നീ ഒരു കാര്യം ചെയ്യ്, അങ്ങനെയാണെങ്കിൽ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുത്തിട്ട് എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞു. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ചെറുപ്പക്കാരൻ അത് കേട്ട് ദുഃഖിതനായി തിരിച്ചുപോയി എന്നാണ് ബൈബിളിൽ പറയുന്നത്. ഞാൻ ഒരിക്കലും അഴീക്കോട് സാറിൻ്റെ പ്രസംഗം കേട്ടു. അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്, ഈ കഥ അദ്ദേഹം ഇങ്ങനെ വിവരിച്ചിട്ട് പറയുകയാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, അന്ന് യേശു എന്ന മഹാഗുരു പറഞ്ഞതനുസരിച്ച് ആ ചെറുപ്പക്കാരൻ അവനുള്ള സമ്പത്തെല്ലാം വിറ്റിട്ട് യേശുവിൻ്റെ കൂടെ പോയിരുന്നെങ്കിൽ അവനും ഈ ലോകത്തിനും എന്തെന്ത് മാറ്റങ്ങൾ സംഭവിക്കുമായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു ക്രിസ്ത്യ ഗുരുക്കന്മാരും ആ ചോദ്യം അങ്ങനെ ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അത് അഴീക്കോട് മാഷിൻ്റെ ഒരു പ്രത്യേക ഒരു ട്വിസ്റ്റാണത്. അപ്പോൾ ഇത് ബൃഹദാരണ്യോപനിഷത്തിലെ യാജ്ഞവൽക്യനോട് മൈത്രേയി ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് യേശുവിൻ്റെ അടുത്ത് വന്ന് ഈ ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്. അവിടെ മൈത്രേയി അത് സമ്മതിച്ചു, സമ്പത്തിനേക്കാൾ പ്രധാനം അമർത്യതയാണ് എന്ന് സമ്മതിക്കുന്നു. ഇവിടെ ചെറുപ്പക്കാരൻ അത് സമ്മതിക്കുന്നില്ല, അവനത് ദുഃഖിതനായിട്ട് തിരിച്ച് പോവുകയും ചെയ്യുന്നു. പിന്നെ ഒരു സംഭവം, ഞാനിത് ക്രിസ്തീയ പാരമ്പര്യത്തിലെ കാര്യങ്ങൾ പറയണമെങ്കിൽ യേശുവിലേക്ക് തന്നെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ ഒരിടത്ത് പറയുന്നുണ്ട്, ഈ യേശുവിൻ്റെ അടുത്ത് സമ്പന്നരായ പലരും വരുന്നുണ്ട്. അദ്ദേഹം വലിയൊരു ഡിസ്ക്രിമിനേഷൻ കാണിക്കില്ല. പാവങ്ങൾ വിളിച്ചാൽ അവരുടെ വീട്ടിൽ പോകും, വലിയ പരീക്ഷന്മാർ സമ്പന്നന്മാരായ ആളുകളുണ്ട്, അവർ വിളിച്ചാൽ അവരുടെ വീട്ടിലും പോകുമായിരുന്നു. അങ്ങനെ ഒരിക്കലും ആ ഒരു ഡിസ്ക്രിമിനേഷൻ യേശു അങ്ങനെ ശക്തിയായ വിമർശനങ്ങളൊക്കെ നടത്തും. പക്ഷേ ആരെങ്കിലും ഭക്ഷണത്തിന് വിളിച്ചാൽ അവിടെ പോകുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒരു സ്ഥലത്ത് വളരെ സമ്പന്നനായ ഒരു പ്രമാണി വിളിക്കുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ സമ്പന്നന്മാർ ദൈവരാജ്യത്തിൽ കടക്കുന്നത് എത്ര പ്രയാസം, ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒത്തിരി വ്യാഖ്യാനങ്ങൾ അതിലേക്ക് പോകുന്നില്ല. സൂചിക്കുഴ എന്ന് പറയുന്നത് എനിക്ക് ചെല്ലു പറയുന്നുണ്ട്, ഇങ്ങനെ ഈ പാറക്കെട്ടുകൾക്കിടയിലുള്ള ചെറിയ വഴികളാണ്. ഞാൻ ഈ സീനായി മലയിലെ 2012 സീനായി മലയിൽ പോയി. എൻ്റെ 1-2 സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടെ ഒരു പഴയ ആശ്രമമുണ്ട്, സീനായി മലയിലെ സെൻറ്റ് കാത്തറീൻ മോണസ്ട്രി എന്ന് പറയുന്ന ഒരു പഴയ ആശ്രമം. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ കയ്യിലായിപ്പോൾ അത് ആദ്യം പോലെ അങ്ങനെയായിരുന്നു. അവിടെ പഴയ ചില രേഖകൾ, ബൈബിളിൻ്റെ ആദ്യകാലത്ത് കണ്ടെത്തിയ ചില കയ്യെഴുത്ത് പ്രതികളൊക്കെ അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ നമ്മൾ മതാന്തര സംവാദം നടത്തുകയാണ്. ആ ആശ്രമത്തിൻ്റെ സംരക്ഷകരെന്ന് പറയുന്നത് അവിടുത്തെ ബെഡൂവിൻ വർഗത്തിൽപ്പെട്ട മുസ്ലിം മതാനുസാരികളായ ബെഡൂവിൻ വർഗക്കാരാണ് അതിൻ്റെ. കാരണം ഒരിക്കലും അത് മുഹമ്മദ് നബി ജീവിച്ചിരുന്ന കാലത്ത് തന്നെ ഈ ആശ്രമത്തിൽ ആരോ ആക്രമണത്തിന് വരികയും സന്നാഹങ്ങളെക്കുറിച്ച് അറിഞ്ഞപ്പം ഇവരാളിനെ വിടുന്നുണ്ട്, നബിയുടെ അടുത്തേക്ക് വിടുന്നുണ്ട്. അപ്പോൾ അവരുടെ സങ്കല്പം ഇത് ക്രിസ്ത്യാനികളുടെ ആശ്രമമാണ് എന്നാണ് ഒരു വേർതിരിവ് അവിടെ ഉണ്ടാക്കിയത്. അപ്പം മുഹമ്മദ് നബി അവിടെ നിന്ന് എഴുതിപ്പിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത്. എഴുത്ത് പോലും അവിടെ സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. അതായത് ചുറ്റുപാടുമുള്ള ഈ ബെഡൂവിൻ വർഗ്ഗക്കാരെ അവർ വേണം ഈ ക്രിസ്ത്യാനികളുടെ ആശ്രമത്തെ സംരക്ഷിക്കാനെന്ന് പറഞ്ഞ് നബി എഴുതി കൊടുത്തു എന്നാണ് അവിടുത്തെ ആ കഥ. അപ്പം ഈ ആശ്രമത്തിൽ ചെന്നിട്ട് അവിടെ കിടന്നിട്ട് രാത്രി ഒരു 12 മണിയാകുമ്പം എഴുന്നേറ്റ് നടക്കണം ഈ സീനായി മലയുടെ മുകളിലേക്ക് പോകണമെങ്കിൽ. സീനായി മലയുടെ മുകളിൽ ഞാൻ സമയം ഞാൻ നീണ്ടുപോയി, ക്ഷമിക്കണം. ഞങ്ങളവിടെ ചെന്ന സമയത്ത് ഇപ്പോൾ കുറേ സമയം ഒട്ടകത്തിൻ്റെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒട്ടകത്തിൻ്റെ പുറത്ത് അത്ര എളുപ്പമല്ല ആ വഴിയെ പോകുക എന്ന് പറയുന്നത്. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് ഒട്ടകത്തിന് പിന്നെ പോകാൻ വയ്യാത്ത വഴിയാണ്. ഈ കൽക്കെട്ടുകൾ, നാച്ചുറലായിട്ടുള്ള കൽക്കെട്ടുകൾക്കിടയിലൂടെയുള്ള ചെറിയ ദ്വാരങ്ങളുണ്ട്, അതിലൂടെ നമ്മൾ കടന്നിട്ടാണ് മലയിലേക്ക് പോകുന്നത്. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത്, ഈ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെയാണ് ധനികന്മാർ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതെന്ന് യേശു. ധനികന്മാരോട് പ്രത്യേകിച്ച് പിണക്കമുണ്ടായിട്ടില്ല, എങ്കിൽ ഈ സമ്പത്ത് നീതി എന്ന് പറയുന്നതിനോട് ബന്ധപ്പെട്ടതാണ്.
പിന്നെ ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരാളോട് യേശു പറയുന്നുണ്ട്, ഈ അനീതിയുള്ള സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളുവെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ പുറകിൽ ഞാൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അത് കഥയിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഒരാൾ എന്നോട് ചോദിച്ചു, എന്താണ് ഈ അനീതിയുള്ള സമ്പത്ത്? എല്ലാ സമ്പത്തും അനീതിയുള്ളതാണോ? അയാൾ വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള ആളാണ് എന്നോട് ചോദിച്ചത്. അയാൾ ഒരു അനീതിയും ജീവിതത്തിൽ കാണിച്ചതായിട്ട് ഞങ്ങൾക്ക് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ പറഞ്ഞു, ശരിയാണ്, നമ്മുടെ ലോകത്തിൽ അങ്ങനെ ആളുകളുണ്ട്. ഇപ്പോൾ എനിക്ക് എൻ്റെ പിതാവ് തന്ന സ്വത്ത് ന്യായമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നു, ഞാൻ അനീതിയും കാണിക്കുന്നില്ല. എൻ്റെ പിതാവിനെക്കുറിച്ച് എനിക്കറിയാം, അദ്ദേഹവും അനീതിയൊന്നും പ്രവർത്തിച്ചതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ചും എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, അദ്ദേഹവും അനീതിക്കാരനായിരുന്നില്ല എന്നറിയാം. പക്ഷേ അതിനു മുൻപ് ഉള്ള തലമുറകളിൽ എൻ്റെ പൂർവികർ എങ്ങനെയാണ് സമ്പത്തുണ്ടാക്കിയെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ചരിത്രവുമില്ല. എത്രയോ അടിമകളെ അവർ പീഡിപ്പിച്ച് കാണും, ആരുടെയൊക്കെയോ മുതൽ അവർ കവർന്നെടുത്ത് കാണും, എന്തു വഞ്ചന അവർ കാണിച്ചു കാണും, എനിക്കറിഞ്ഞുകൂടാ. അപ്പോൾ എനിക്ക് കിട്ടിയ സ്വത്ത് ന്യായമായ സ്വത്താണെന്നും നീതിയുടെ സ്വത്താണെന്നും ഒക്കെ ഞാൻ പറഞ്ഞാലും ഈ കറൻസി, അതാണല്ലോ നമ്മൾ പണത്തിന് കറൻസി എന്നാണുള്ളത്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ യുദ്ധം നടക്കുമ്പോൾ ആരാ ദുഃഖിക്കുന്നത്, ആരാ സന്തോഷിക്കുന്നത്? ഗാസായിലെ ജനങ്ങൾ മരണഭീതിയിൽ പ്രാണൻ കയ്യിലെടുത്ത് അവർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൽ ആനന്ദിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ആരാണെന്ന് നിങ്ങൾക്കറിയാം, വാർ ഇൻഡസ്ട്രിക്കാർ അല്ലേ, വെപ്പൺ ഫാക്ടറികൾ, അതിൻ്റെ നടത്തിപ്പുകാർ, അവർ സന്തോഷിക്കുകയല്ലേ. കാരണം ഒരു യുദ്ധം വരാൻ നോക്കിയിരിക്കുക, അല്ലെങ്കിൽ ഇത് അടച്ചുപൂട്ടി പോകും അല്ലേ. യുദ്ധം വരുമ്പോഴാണ് അവർക്ക് അവരുടെ സജീവമാകുന്നത്, അപ്പോഴാണ് ലാഭം വരുന്നത്. അപ്പം ഈ കറൻസി നമ്മുടെ എല്ലാം ലോകത്തിലുള്ള, അതുകൊണ്ട് എവിടെയാണ് ഈ അനീതിയുടെ വേരെവിടെയാണ് എന്ന് കണ്ടുപിടിക്കാൻ വളരെ വളരെ പ്രയാസമാണ്. ഞാൻ പറയുന്ന ഈ മതാന്തര സംവാദം നിങ്ങൾ പറയുന്നത് എല്ലാ മതങ്ങളും ഒരുമിച്ച് നിൽക്കേണ്ട ഒരു ഏറിയയാണ്. ഈ അനീതിയുടെ വേരുകൾ കണ്ടെത്തുകയും അത് പിഴുതു കളയുകയും നമുക്ക് ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കാനുള്ള ധൈര്യം കൂടെ വേണം. എനിക്കിപ്പോൾ ഉള്ള ഒരു പ്രശ്നം, മതാന്തര സംവാദങ്ങൾ വളർത്തുമ്പോൾ ഓരോരുത്തരും അവരുടെ മതങ്ങളെക്കുറിച്ച് വളരെ കാര്യമായിട്ടൊക്കെ പറയും, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംവാദവും നടക്കുന്നില്ല. ഏതെങ്കിലും ഒരു വാക്ക് ഞാൻ വിമർശന രൂപേണ ഹിന്ദു മതത്തെക്കുറിച്ചോ ഇസ്ലാമിനെക്കുറിച്ചോ ഒക്കെ പറഞ്ഞു പോയെങ്കിൽ അതോടെ പ്രശ്നം തീർന്നു. പക്ഷേ ഞാൻ പറയുന്ന ആ ഒരു സ്വാതന്ത്ര്യം കൂടി നമുക്ക് ആവശ്യമുണ്ട്. സ്നേഹത്തോടു കൂടി പരസ്പരം തിരുത്താനും വിമർശിക്കാനും നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരുമിച്ച് ഈ അനീതിയുടെ വേരുകൾ കണ്ടെത്താനും നീതി എന്താണ്, നമ്മുടെ ലോകത്തിന് ആവശ്യമായ നീതി എന്താണെന്ന് കണ്ടെത്താനും കഴിയുകയുള്ളൂ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.